ഓറോവില്ലാണ്. ഓറോവില്ലയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഓറോവില്ല കമ്മ്യൂണിറ്റിനെ കുറിച്ച് ചെറിയൊരു ഹെഡ്സപ്പ് ഇപ്പൊ തരാം. അപ്പോൾ ഓറോവില്ല എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റൽ കമ്മ്യൂണിറ്റിയാണ്. അത് തമിഴ്നാട് പോണ്ടിച്ചേരി ബോർഡറിലാണ്. കൂടുതൽ ഭാഗം തമിഴ്നാട്ടിലാണ്, ചെറിയൊരു പോർഷനാണ് പോണ്ടിച്ചേരിയിലുള്ളൂ. ഏകദേശം ടൗൺഷിപ്പ് ആണ്. അതെ, ഞാൻ എന്താ പറഞ്ഞ പ്രോപ്പർട്ടി കമ്മ്യൂണിറ്റി എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 10 കിലോമീറ്റർ സ്ക്വയറിൽ 20 കിലോമീറ്റർ സ്ക്വയറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയൊരു ടൗൺഷിപ്പ് ആണിത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പല പല നാഷണാലിറ്റീസ് എന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ കാസ്റ്റ് ഇല്ല, റേസിസം ഇല്ല, നാഷണാലിറ്റി ഇല്ല, പൊളിറ്റിക്സ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. ആൾക്കാര് സാധാരണ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പെയിന്റർ ആയാലും മരം നടുന്ന ഒരാളാണെങ്കിൽ കൂടെ അവർക്ക് എല്ലാവർക്കും മാസം ഫിക്സ്ഡ് ആയിട്ടൊരു എല്ലാവർക്കും ഫിക്സ്ഡ് ആയിട്ടൊരു സാലറി ഉണ്ട്. അത് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചെയ്യുന്ന വർക്കിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു മാർജിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്നു. കമ്മ്യൂണിറ്റിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഫുഡ്, ഷെൽട്ടർ, കുറെ കാര്യങ്ങളൊക്കെ, എഡ്യൂക്കേഷൻ എല്ലാം, പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഒക്കെ. ഈ കമ്മ്യൂണിറ്റി 1968 ശ്രീ അരബിന്ദോന്റെ കൊളാബറേറ്റർ ആയ മിറ അൽഫാസ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ലേഡിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരെ മദർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അല്ലെ ബ്രഷ് അപ്പ് ചെയ്ത് തരാം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് കഴിഞ്ഞ വീഡിയോ പോയി കാണാം. നമ്മൾ ഇന്നലെ ഇവിടെ വന്നതാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടു. അപ്പൊ ഇന്നും കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ നേരെ നമുക്ക് ഓറോവില്ലയുടെ ഒരു മെയിൻ ഏരിയയിലേക്ക് പോവാം. അവിടെ നിന്നിട്ട് കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടെൻ പെൻ സ്റ്റോറീസ്. ഹോം സ്റ്റേയുടെ കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ ഓറോവില്ല മെയിൻ സൈഡിലേക്ക് പോകേണ്ടത് കേട്ടോ. റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ECR എത്തും കേട്ടോ. പോണ്ടിച്ചേരി, ചെന്നൈ ഒക്കെ പോകുന്ന റോഡിലേക്ക് കയറും. നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ വന്നത്, റൈറ്റ് വഴിയാണ്. കണ്ടോ, ഒരു ഫോറിനർ നിൽക്കുന്ന സ്കൂട്ടറിൽ മാങ്ങയാണോ പപ്പായ ഒരു ആളുടെ നിന്ന് വാങ്ങുന്നു. അതായത് മിക്കതും പുറത്തുനിന്നുള്ള നാഷണാലിറ്റീസ് ആണ് നമുക്കിവിടെ കാണാം. ഏകദേശം 57 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് സെറ്റിൽ ആയിരിക്കുന്നത്. ചിലവര് ചെറുപ്പം തൊട്ട് ഇവിടെ ജീവിച്ചവരുണ്ട്, ചിലവര് കുറച്ച് നാളായിട്ട് വന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് കേട്ടോ. എന്നാലും ഒന്നും കൂടി ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യാണ്. ഒരുപാട് ഹാൻഡ് മെയ്ഡ്, ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോ ഫുഡ് ആയിക്കോട്ടെ, ജ്വല്ലറീസ് ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, ബാഗ്സ് ആയിക്കോട്ടെ, ചപ്പിൾസ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ വെറൈറ്റി ഓഫ് കാര്യങ്ങൾ, ഹാൻഡ് മെയ്ഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നും നോക്കാം. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഫിക്സഡ് സ്ഥലം എന്ന് വെച്ചിട്ടല്ല പോകുന്നത്. ആ ഒരു ഏരിയയൊക്കെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. നേരത്തെ പറഞ്ഞില്ലേ 20 കിലോമീറ്റർ സ്ക്വയറിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല വില്ലേജസുമായിട്ട് ഓറോവില്ല ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ അവിടുത്തെ പല ആൾക്കാർക്കും ഇവിടെ ഈ ഓറോവില്ല കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം കുറെ വില്ലേജേഴ്സിന് ജോലി കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ലേഡീസ് ആണ്. നമുക്ക് വരുന്ന വഴി അവര് അത് പല പല ജോലിയായിട്ടാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലത്തെ പലതരം ക്വിസീൻസ് അല്ല, സൂഷി ഒക്കെ ഉണ്ടാക്കുന്ന, സൂഷി മാത്രമുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ ഈ വില്ലേജസിലത്തെ ലേഡീസിനെ അവരെ ഹയർ ചെയ്ത് അവരെ ഇത് ഉണ്ടാക്കാൻ ട്രെയിൻ ചെയ്ത്, പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഓറോവില്ല കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം ജോലി ലഭിച്ചിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയാലാണ് നമ്മുടെ ഇന്നലെ പോയ മാതൃ മന്ദിറിലേക്ക് പോകുന്ന വഴി. അപ്പൊ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെയാണ്. നമ്മളിപ്പോ പോകുന്നത് നേരെയാണ്. ലക്ഷ്മി എന്തൊക്കെയോ ഇവരുന്ന് നോക്കുന്നുണ്ട് നെറ്റില്. അങ്ങനെ നോക്കി നേരെ പോണം. അപ്പൊ ഇന്ന് മൊത്തം ലക്ഷ്മി പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്യാൻ പോണത്. ലക്ഷ്മിയുടെ പ്ലാനിങ്ങിലാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്ന പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അത് നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അല്ലെ, 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ പോണ്ടിച്ചേരി പോയി പെട്രോൾ അടിക്കും. പെട്രോൾ ഒട്ടും ഇല്ലായിരുന്നു. എന്നാ നമുക്ക് യൂണിയൻ ടെറിട്ടറി അല്ലേ, കുറച്ച് പൈസക്ക് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പോണ്ടിച്ചേരി പോയപ്പോ പോണ്ടിച്ചേരിയിൽ പൈസ കൂടുതലാണ്. തമിഴ്നാട്ടില് കുറവാണ്. തമിഴ്നാട്ടില് 99 അങ്ങനെ എന്തോ ഉള്ളൂ. ഞങ്ങള് 102 രൂപയ്ക്ക് പോയിട്ട് പെട്രോൾ അടിച്ച് തിരിച്ചു വന്നു. ആകെ ഇതിലും വലിയ അമളി പറ്റാനില്ല. ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോയായിരുന്നു, ഒരു സ്ഥലം നോക്കി വെച്ചത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വഴി കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി വേറൊരു സ്ഥലം കൂടി, ബാംബൂ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അതെന്താ ലക്ഷ്മി പറഞ്ഞുതരും, അവിടേക്ക് പോകാമെന്ന് അതിനും കൂടി വഴി ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ആ വഴിയെ പോണേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ആ ചേട്ടൻ മുമ്പിൽ പോകുന്നുണ്ട്.
ആ ചേട്ടൻ പാവം കേട്ടോ. ആ ചേട്ടൻ നമ്മൾ ഇവിടെ വരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്ന ആൾക്ക് പോകേണ്ട വഴിയിലാണ് ഈ സംഭവം, അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ ആൾക്ക് എവിടെ എത്തിയപ്പോൾ ആളിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ഇവിടെ പല ഭാഗങ്ങൾക്കും നോർമൽ ഈ ഓറോവില്ലയിലത്തെ പാർട്ടല്ലാത്ത ആൾക്കാർക്ക് വരാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഇവിടെ നമ്മൾ കുറേ ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓറോവില്ലയുടെ മെയിൻ ഏരിയയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർഡ് വാങ്ങാൻ പറ്റും. ആ കാർഡ് വാങ്ങിയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്തേക്കുള്ള ആക്സസ് കിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് കുറേ സ്ഥലത്തേക്കുള്ള ആക്സസ് അവർ തരില്ല. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ വന്നിട്ട് വഴിയിൽ പോകുമ്പോൾ പറഞ്ഞു കൂടെയുള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ എൻ്റെ തീ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഇറങ്ങി പോകുമ്പോഴും പറഞ്ഞു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അതേ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ വെൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഓറോവില്ലയുടെ തന്നെ ഒരു കുട്ടി സ്ഥാപനമാണ്. ഈ റീസൈക്ലിംഗ് ചെയ്തിട്ടുള്ള ബാസ്ക്കറ്റ്സും ഈ CD കൊണ്ടുള്ള വാൾ ഹാങ്ങിങ് കമ്മലുകൾ, CD അങ്ങനെ എല്ലാം റീസൈക്കിൾ ചെയ്ത് അവർ പുതുപുത്തനായിട്ട് ഇന്നോവേഷൻസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ തുറന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം കോവിഡും ലോക്ക്ഡൗണൊക്കെ കാരണം ഇവിടുത്തെ കുറേ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് ബാംബൂ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ബാംബൂ സെൻറ്ററിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. ഇവിടെ ഒരു പഴയ രീതിയിലുള്ള ഒരു തമിഴ് വീട് കേട്ടോ. അപ്പോൾ എല്ലാ തരം വീടുകളുമുണ്ട്. പിന്നെ ചെറിയ ചെറിയ വീടുകളുണ്ട് പഴയത്, പിന്നെ ഇപ്പോൾ പണിയുന്ന വീടുകളുണ്ട്, പിന്നെ ഇതുപോലെ വലിയ വീടുകളുണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയ ഓറോവില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കുന്നത്. എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഓറോവില്ല് വരണമെന്ന്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പലപ്പോഴും വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഭാഗ്യം വരണം അല്ലേ? നമ്മളങ്ങനെ വെൽ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് തപ്പിപ്പിടിച്ച് എത്തിയേക്കാണ്. എൻട്രൻസ് തന്നെ നല്ല ഭംഗിയില്ലേ, പഴയ തറവാട്ടിലേക്കൊക്കെ പോണൊരു ഓർമ്മ. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ എടുത്തിട്ട് അത് റോൾ ചെയ്തിട്ടാണ്, അതിനാണ് ക്വാളിറ്റി കൂടുതലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നല്ല തിക്നെസ് ഉണ്ടാവില്ല ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്. അപ്പോൾ തമിഴ് ന്യൂസ് പേപ്പറിന് തിക്നെസ് കുറവാകുന്നുണ്ട്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊണ്ട് അതിങ്ങനെ ഇതുപോലെ ഒക്കെ പറഞ്ഞു ഇതുപോലെ സിലിണ്ടർ പോലെ ആക്കി എടുത്തിട്ട് അതുകൊണ്ട് വീവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത്. ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ ഇതിവിടെ വെൽ പേപ്പർ WELL paper.org ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും. അടിപൊളി. അപ്പോൾ വേസ്റ്റ് ഒട്ടും കളയാണ്ട് അതുകൊണ്ട് ബാസ്ക്കറ്റൊക്കെ ഉണ്ട് റീസൈക്കിൾ ചെയ്യാൻ കേട്ടോ. നൈസ് പരിപാടിയാണ് അല്ലേ? ഇവിടെ ഇവർ ബാസ്ക്കറ്റ് മാത്രമല്ല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം വേസ്റ്റ് വെച്ചിട്ട് ഇവർ റീസൈക്ലിംഗ് ആണ് ഇവരുടെ ഒരു മെയിൻ കോർ തീം എന്ന് പറയുന്നത്. ഇവരുടെ ചെറിയൊരു ഷോപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ നോക്കാം. ഇതും ന്യൂസ് പേപ്പറാണ് കേട്ടോ. ന്യൂസ് പേപ്പർ കൊണ്ട് അരച്ച് പൾപ്പാക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. ആണ് ന്യൂസ് പേപ്പർ പൾപ്പാക്കിയിട്ട് അതുകൊണ്ട് മോൾഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഈ സാധനമൊക്കെ സിമ്പിളാണ്, പക്ഷെ നൈസാണ് അല്ലേ? ഇതൊക്കെ പേപ്പറാട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മദർ, ഓറോവില്ല സ്ഥാപിച്ച മദർ, പിന്നെ ശ്രീ അരബിന്ദോ. അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക്. ഇവിടെ അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ വേറെ പാറ്റേൺസ് ആയിട്ടുള്ള കുറേ ബാസ്ക്കറ്റ്സ് ഉണ്ട്. മുകളിൽ കണ്ടോ നല്ല അടിപൊളി ഒരു ഫ്ലവർ വേസ് പോലെ ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് അല്ലേ? നമ്മുടെ ചേന്നമംഗലം വീവിങ്, അതെ അതെ, അവരുടെ ചേക്കുട്ടി പോലെ ഉണ്ട്. ഒരു ആനയാണ്, ആനയല്ലേ ഇത്? ആന. ഇതും പൾപ്പാണ് കേട്ടോ. പേപ്പർ അരച്ച് പൾപ്പാക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ അവര്. ഇതത്ര കോസ്റ്റ്ലി അല്ല. ഇതൊക്കെ ചെയ്തിട്ട് ഇതിന് മാത്രം പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. 363 രൂപയാണ് എഴുതി വെച്ചേക്കണേ. രസല്ലേ? നല്ല ഭംഗിയുണ്ട്.
ആ ഇതെന്താണെന്നറിയോ, ആ ബോട്ടിലാണ് നേരത്തെ അവിടെ പറയുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ കിളിങ്ങളെ എന്തോ നിറച്ചിട്ട് അത് പേപ്പർ പൾപ്പ് കൊണ്ട് കോട്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെയാണ്, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. കണ്ടോ, ബോട്ടിലിന്റെ മുകളിലാണ്. ഇത് പേപ്പർ അല്ല കേട്ടോ, ഇത് ബോട്ടിലാണ്. അല്ല, പേപ്പറിന്റെയാണ് മുകളില്. ആ മുകളില് പേപ്പർ, പക്ഷേ ഉള്ളില് ഫ്രെയിം ആയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ. കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇനി അവിടെ പോയി വെക്കേറ്റ് ചെയ്ത് അപ്പം തന്നെ ലഗേജ് ഒക്കെ അധികമായിരിക്കും. പക്ഷെ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മൽ വാങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബാംബു സെന്ററിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി എടുത്ത് ഇപ്പൊ അതിനോട് തൊട്ടടുത്തുള്ള സ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ മ്യൂസിയം സ്റ്റോർ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വരത്തിൽ പോയിട്ട് അവിടെ കുറേ ഒരുപാട് യുണീക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അങ്ങനെ കുറേ ഇന്നോവേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടോ. നമുക്ക് ഉള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്വരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിസർച്ച്. കയറാൻ പറ്റുമെന്ന് ആദ്യം പോയി നോക്കാം, എന്നിട്ട് സ്വരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് റിസർച്ചിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2003 ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഇത് UN-ന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, മ്യൂസിക് ആസ് എ ഗ്ലോബൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വേൾഡ് വൈഡ് ഒരു പ്രൊജക്റ്റാണ്. അതിൽ 50 എണ്ണത്തിൽ ഒന്നാണ് ഈ സ്വരം. നമുക്ക് ഉള്ളിൽ കയറി പെർമിഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് എൻ്റർ വിത്തൗട്ട് പെർമിഷൻ. ഈ മെയിൻ വർക്ക്ഷോപ്പ് ഏരിയയുടെ അവിടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് എൻട്രി ആവുന്നത് ഇവിടെ ഒരു ഷോറൂം ഉണ്ട്, സ്വരം അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഷോറൂം ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊരു സൗണ്ട് ഗാർഡൻ ഉണ്ട്, അതും നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഗേറ്റിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ അത്ഭുതം. ഗേറ്റിൻ്റെ അവിടെ ഗേറ്റിൽ ഇങ്ങനെ സ്ട്രിങ്സ് വെച്ചേക്കാണ് മരത്തിൻ്റെ ഒരു ഇതിൽ, ഗിറ്റാർ പോലെ. ഇത് ഒരു ഗേറ്റാണ് കേട്ടോ, അതിൽ വരെ മ്യൂസിക്കൽ ഒരു ടച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരാളായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ കാണാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് കാണുമെന്ന് പറഞ്ഞു. അത് കയറുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിന് മുകളിൽ ഇതിനെന്താ പറയുക, വിൻ ചാംസ് ഉണ്ട് കേട്ടോ, വലിയ വിൻ ചാംസ്. ഈ പൈപ്പിൻ്റെ സംഭവം വെറുതെ തൂക്കിയിട്ടേക്കണല്ല കേട്ടോ, ലക്ഷ്മി കണ്ടുപിടിച്ചതാണ്. അവിടെ ഒരു സൈഡിൽ ഒരു ചുറ്റിക ഇതുപോലെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വേറൊരു സംഭവം കേട്ടോ, ഇത് സ്ട്രിങ്സ് ആണ് മൊത്തം. സൗണ്ടൊന്നും വരുന്നില്ല അല്ലേ? താങ്ക് യു. ഈ സംഭവത്തിന് സിംഗിങ് സ്റ്റോൺ എന്നാണ് കേട്ടോ പറയണത്. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളൊരു മാഡം വന്നിട്ട് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ചില ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത
ഇല്ലാത്ത ശബ്ദങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. എന്ത് സൂത്തിങ്ങാന്നറിയോ. ഞങ്ങളിപ്പോൾ ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടില്ലേ. എന്ത് രസമാണെന്നറിയോ, നമ്മൾ കുറേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. അവരൊന്നും കുറ്റമൊന്നും പറയുന്നൊന്നുമില്ല. നമ്മളെല്ലാം എടുത്ത് എന്ത് ഉപയോഗിച്ചാലും വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് മാത്രം ഉപയോഗിക്കരുത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാര്യം ആയതുകൊണ്ട്. പിന്നെ ഇപ്പുറത്തത് ഒരു സൗണ്ട് ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ സൗണ്ട് ഗാർഡൻ. ഒരു പ്രശ്നമുണ്ട് ഇവിടെ, 11 തൊട്ട് 12 മണി വരെയും പിന്നെ 3 തൊട്ട് 4 വരെയാണ് പറ്റുള്ളൂ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരേണ്ടി വരും. അപ്പോൾ ഇവിടെ കുറേ എക്യുപ്മെൻറ്റ്സ് നേരത്തെ കണ്ട പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതും കൂടി കാണാം. നമുക്ക് ആ സമയം കൊണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വരാം. ഞങ്ങളിപ്പോ ഈ പോകുന്ന വഴിയിൽ കുറെ ഹോം സ്റ്റേസ് ഉണ്ട്. അത് ഓറോവിലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഹോം സ്റ്റേസ് ആണ്. പിന്നെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ പോണത്. അപ്പൊ ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾക്ക് പെർമിറ്റ് ഇല്ല. നേരത്തെ സ്കൂട്ടറിൽ പോയ ചേട്ടൻ നമ്മളെ അകത്തേക്ക് കൊണ്ടുവന്നോണ്ട് മാത്രമാണ് ആളിവിടുത്തെ ഒരു റെസിഡന്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക്. അപ്പൊ നമ്മൾ ഈ പോകുന്നത് മാതൃ മന്ദിറിന്റെ ഏതോ ഒരു സൈഡിൽ കൂടെയാണ്. അപ്പൊ അതിന്റെ സ്ഥലമൊക്കെ കാണുമ്പോ നമുക്ക് അതുപോലെ തോന്നുന്നുണ്ട് അതേ ഭാഗം. ഈ ഓറോവിലിന്റെ ഉള്ളിൽ ഏകദേശം 10ഓളം സ്കൂളുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ റൈറ്റില് നമുക്ക് കണ്ടത് ഒരു കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ KG പരിപാടികളൊക്കെയാണ്. പക്ഷെ 10 സ്കൂളുകൾ ഇതിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്, നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പഠിക്കാൻ ഫ്രീ ആയിട്ട്. പിന്നെ ഈ 10 സ്കൂളുകളിൽ ചില സ്കൂളുകൾക്ക് കരിക്കുലം ഇല്ല, അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ചില സ്കൂളുകൾക്ക് ക്യാമ്പസ് തന്നെ ഇല്ല. അങ്ങനെ യുണീക്ക് സ്റ്റൈൽ ഓഫ് സ്കൂളിംഗ് ഒക്കെയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഓറോവില്ലയുടെ സോളാർ കിച്ചൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി കിച്ചണാണ്. ഒരു ദിവസം ഏകദേശം 400 മീൽ സെർവ് ചെയ്യുന്ന ഒരു കിച്ചണും കൂടിയാണ്. എല്ലാം സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ്. മൊത്തം സോളാർ പവർ ഉപയോഗിച്ച്. അപ്പോൾ ഇവിടേക്ക് ടൂറിസ്റ്റിനും അലൗഡ് ആണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഈ വന്ന വഴിയല്ലാന്ന് മാത്രം. മറ്റേ ഇന്നലെ നമ്മൾ പോയ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷെ ഈ വഴി അല്ലാതെ മാത്രം. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. ഇവിടുത്തെ ഇത്രയും മരങ്ങളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സമാധാനം കിട്ടുന്നത് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നുമ്പോൾ. ഇപ്പോഴും ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ആലോചിക്കുന്ന മരം വെട്ടാതെയൊക്കെ കൊണ്ടുവന്ന്. ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കിച്ചണിനൊന്ന് കഴിക്കണം എന്ന്. അത് അവിടുത്തെ ടേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. 2 പ്രത്യേകതയാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൊത്തം സോളാർ പവറിലാണ് ഇവർ ഈ 400 പേർക്ക് ഒരു ദിവസം ഉണ്ടാക്കുന്ന മീൽ ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും കേർഡ്, ചീസ്, പിക്കിൾസ് എല്ലാം ഓറോവില്ലയുടെ ഉള്ളിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞ് ഓരോ കാർഡിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഒരു ലേഡീനെ പരിചയപ്പെട്ടു, അവരാണ് നമുക്ക് ഡീറ്റെയിൽസ് തന്നത്. ഓരോ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ഡൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ ഓറോവില്യൻ ആയിരിക്കണം. ഒരു കറക്ഷൻ പറഞ്ഞോട്ടെ. ഓറോ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കഫേ ഉണ്ട്. ആ കഫേന്ന് നമുക്ക് കഴിക്കണമെങ്കിൽ ഓറോ കാർഡ് വേണം. അല്ലെങ്കിൽ നമ്മൾ 12 മണിക്ക് മുമ്പ് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് മീൽ ബുക്ക് ചെയ്യണം. ഇൻ കേസ് നമ്മൾ മീൽ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് 12:45 വരെ മീൽ കിട്ടില്ല. പക്ഷേ 12:45 തൊട്ട് 1:15 വരെ മീൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വന്നിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ വന്നത് അൺഫോർച്ചുനേറ്റ്ലി എത്ര മണിക്കാണ്? 1:30. കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ആ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ലഞ്ച് ഒന്ന് കഴിക്കാൻ നോക്കണം. ടേസ്റ്റിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ അതൊരു എക്സ്പീരിയൻസും കൂടിയാണല്ലോ. എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയണം. വിശന്നിട്ട് വന്നതാ. ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ. ഇവിടെ നമ്മുടെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് എസ്പെഷ്യലി കാറാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ചില റോഡുകളൊക്കെ ഇടുങ്ങിയിട്ടാണ്, ചില സ്ഥലത്ത് ഭയങ്കര കുണ്ടും കുഴിയൊക്കെയാണ്. അതുകൂടാതെ നമ്മുടെ അടുത്ത് ആ കാർഡും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ പേര് ഹിച്ച് ഹൈക്കിങ് ചെയ്യും ഓറോവില്ല ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അത് ബസ്സിലും ലോറിയിലും ഒന്നും അല്ല, ഇവിടെ പോകുന്ന ട്രാക്ടറിലും അതേപോലെ JCBയിലൊക്കെ കയറിയിട്ടാണ്, അതെ സ്കൂട്ടറിലൊക്കെ കയറിയിട്ട് ഹിച്ച് ഹൈക്കിങ് ഒക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഓറോവിൽ പേപ്പേഴ്സ് എന്ന് വേണ്ട. ഇവിടെ ഒരു പേപ്പർ ഇൻഡസ്ട്രി ഉണ്ട്, ഹാൻഡ് മെയ്ഡ് പേപ്പർ. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് വേസ്റ്റ് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത് പുതിയതായിട്ട് പേപ്പർ ഉണ്ടാക്കുകയാണ് അല്ലേ? വേസ്റ്റ് എന്നാണോ? അല്ല, വെറുതെ. അപ്പൊ ഇവിടെ പേപ്പർ, ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പോയി
ഇവിടെ ഒരു ജയന്റ് ആലുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, എന്തൊരു വലുപ്പാന്ന് നോക്ക. ഇതിൻ്റെ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇവർ പേപ്പർ ഉണ്ടാക്കുന്ന ഹോൾ മെറ്റീരിയൽ പുതുതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവർ ഇവിടെ നിന്നുള്ള പേപ്പർ വേസ്റ്റും ഡ്രൈഡ് ലീവ്സും അങ്ങനെ പലതരം പേപ്പർ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇവരുടെ പേപ്പർ ഉണ്ടാക്കുന്നത്. ഒപ്പം ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഒരു ഡ്രൈഡ് ലീഫ് എടുക്കുന്നുണ്ട്, ഈ ഓഫീസുകളത്തെ ഫയലിലത്തെ പേപ്പറുകൾ, അങ്ങനെ പലതരം പേപ്പർ. നമ്മൾ വേസ്റ്റൊക്കെ ഇടുമ്പോൾ പേപ്പറൊക്കെ വേർതിരിച്ചിട്ടല്ലേ ഇടാറ്. അപ്പോൾ ആ പേപ്പർ എടുത്തുകൊണ്ട് വരും. പിന്നെ മെയിൻ സംഭവം തിരുപ്പൂരിൽ നിന്ന് വരുന്ന കോട്ടൺ കട്ട് പീസുകളാണ്, ടീഷർട്ടുകളുടെ കട്ട് പീസുകൾ. ഇതുകൂടാതെ ഇവർ ഓർഗാനിക് കോട്ടനും എടുക്കുന്നുണ്ട്. ഓർഗാനിക് കോട്ടൺ ഇവർ കളറുള്ളത് എടുക്കും, അല്ലാത്ത പക്ഷം ടീഷർട്ട് എടുക്കുന്നത് വെള്ള കളറുള്ള മാത്രമാണ്. പിന്നെ ഇത് ഇവരെടുത്ത് 4 കിലോൻ്റെ മെഷീനും ഉണ്ട്, 50 കിലോൻ്റെ പൾപ്പാക്കുന്ന മെഷീനും ഉണ്ട്. അപ്പോൾ ഇതിലിട്ട് ഇവർ സോപ്പ്, പേപ്പർ, പിന്നെ ആലം, പിന്നെ കുറച്ച് കെമിക്കൽസ് ഒക്കെ ഇട്ട് ഇവരത് പൾപ്പാക്കി എടുക്കുന്നു. പൾപ്പാക്കിയതിന് ശേഷം ഇവർ ഇതൊരു ടാങ്കിലേക്ക് വെച്ച് പേപ്പർ പൾപ്പ് ഒരു മോൾഡിലേക്ക് ഇതാക്കിയിട്ട് അവരിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൾപ്പിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ചില പേപ്പേഴ്സ് ഡ്രൈഡ് ലീഫൊക്കെ ഇടയിൽ വരുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിന് ശേഷം പൾപ്പ് നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണ്. പ്രസ് ചെയ്തെടുത്തതിന് ശേഷം അത് ഡ്രൈ ചെയ്യുകയാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഇവർ പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പേപ്പറും അതേപോലെ ഓർഗാനിക് കോട്ടൺ ടീഷർട്ടും ഒക്കെ അല്ലാതെ ഞങ്ങളവിടെ കണ്ടതൊന്ന് ബനാന പൾപ്പും പിന്നെ ഒന്ന് ബനാനയുടെ നാര്, ഹെമ്പിൻ്റെ കണ്ടു, പൈനാപ്പിളിൻ്റെ കണ്ടു, അതെ പാപ്പറസ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാത്ത പൾപ്പുകളും അതേപോലെ തന്നെ നാരുകളും യൂസ് ചെയ്തിട്ട് ഇവർ പേപ്പർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു എന്താ പറയുക കാഴ്ചയായിരുന്നു നമുക്ക് മൊത്തത്തിൽ. ഇപ്പം നമുക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ട് നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ? പോവാം. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായതുണ്ടല്ലോ ആ പേപ്പർ കളർ ചെയ്യുന്നതാണ്. പേപ്പറിൽ ഒരു ലീഫ് വെച്ചിട്ട്, അതായത് വൺസ് പേപ്പർ റെഡി ആയിട്ട് അതിൻ്റെ മുകളിൽ, അതായത് റെഡി എന്ന് പറഞ്ഞാൽ ഫുൾ ഉണങ്ങല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിൽ ലീഫ് കളർ ചെയ്തിട്ട് അതിൽ വെക്കും. എന്നിട്ട് ഒരു പ്രസ് ചെയ്യുന്നൊരു മെഷീനും കൂടെ കടത്തി വിടും. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ പാറ്റേൺസ് വരുന്നത്. അപ്പോൾ ആ പേപ്പർ അവർ എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയോ? ലക്ഷ്മി കുട്ടി ഡയറി വാങ്ങി. ഇതിൽ നോക്കണ്ടോ, ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ലീഫിൻ്റെ ഒക്കെ ഇത് കാണാൻ പറ്റും, ലീഫ് കാണാൻ പറ്റും. പിന്നെ പല പല കളേഴ്സും. ഇതൊരു പോക്കറ്റ് ഡയറിയാണ്, അടിപൊളിയായിട്ടില്ലേ? അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു ബേക്കറിയിലേക്കാണ് അല്ലേ ലക്ഷ്മി? അതെ, ഓരോവില്ല ബേക്കറി കയറണമെന്ന് ലക്ഷ്മി എൻ്റെ അടുത്ത് എത്ര നാളായി പറയണമെന്ന് എനിക്കറിയില്ല. ഓറോവില്ലെ കുറിച്ച് ഞങ്ങൾ എപ്പോൾ സംസാരിച്ചാലും ഓറോവിൽ ബേക്കറിയിൽ പോവാം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഓറോവിൽ ബേക്കറി എന്നൊന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. വണ്ടി ഇടാൻ സ്ഥലമുണ്ടോ? നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കാം, എന്നിട്ട് ബേക്കറിയിലേക്ക് കയറാം. ആശകളും മോഹങ്ങളുമായിട്ട് ഓറോവിൽ ബേക്കറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ലാന്ന്. എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും സംഭവം മേടിക്കണമെന്ന് വിചാരിച്ചത് ഇത് ചോക്ലേറ്റ് ക്രോസാനും ഒരു സിനമൺ റോളും വാങ്ങി പുറത്തിറങ്ങി. അപ്പോൾ ഇനി വീഡിയോ എടുക്കണമെന്ന് കുഴപ്പമില്ലല്ലോ, കാശ് കൊടുത്ത് മേടിച്ചല്ലേ. അതെ, അപ്പോൾ അത് കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ, അടിപൊളി. ഇത് ചോക്ലേറ്റ് ക്രോസാൻ ലക്ഷ്മി വാങ്ങിയതാ. അപ്പോൾ ലക്ഷ്മി പറയും. ഓക്കെ ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണെന്നറിയില്ല, അതിൻ്റെ ഔട്ടർ കവറിങ് കുറച്ച് ഹാർഡാണ്. എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ക്രോസാണ് ഇഷ്ടം. എൻ്റെ ഞാൻ തരില്ല. ഓറോവിൽ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി സൈഡിൽ എത്തിയപ്പോഴാണ് ഇവിടെ കുറച്ച് പിള്ളേർ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കണുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പോയതാണ്. ക്ഷീണിച്ചു കേട്ടോ, ഭയങ്കരമായിട്ട് ടയർഡായി. ഇന്ന് ഭയങ്കര ചൂടും വെയിലും
അല്ലേ? ഓട്ടവും എല്ലാം കൂടി ടയർഡായി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. ഓരോരോ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ കറങ്ങി തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വേണമെങ്കിൽ ഒരാഴ്ചയോ 1 മാസം വരെ സ്പെൻഡ് ചെയ്യാനുള്ള കണ്ടന്റ് ഇവരുടെ അടുത്തുണ്ട്. അത്രയും കേട്ടോ. ശരിക്കും നല്ല ആൾക്കാരുമാണ്, ഭയങ്കര നല്ല ആൾക്കാരാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആൾക്കാരെല്ലാവരും, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പതുക്കെ ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവാണ്. നാളെ ഇവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയണം, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. എന്തിൻ്റെ ലിങ്ക്? ഇൻസ്റ്റാഗ്രാം. അതൊന്ന് കയറി ഫോളോ ചെയ്യണം. അപ്പോൾ ശരി, ബൈ.